KCB ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന അധിക യൂണിറ്റുകൾക്കെല്ലാം വർഷാവസാനത്തിൽ എന്താണ് സംഭവിക്കുക? ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ പാനൽസ് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് ആദ്യം നമ്മളുടെ വീട്ടിലെ ലോഡിൽ ഉപയോഗിക്കും. ബാക്കി വരുന്നത് നേരെ നെറ്റ് മീറ്ററിംഗ് വഴി KCB ഗ്രിഡിലേക്ക് കൊടുക്കും. അതാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുക. ഈ ബൈ ഡയറക്ഷണൽ മീറ്ററിൽ രണ്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തും. ഒന്ന് എക്സ്പോർട്ട്, അത് നമ്മൾ കൂടുതലായിട്ട് ഗ്രിഡിലേക്ക് കൊടുത്തത്. മറ്റൊന്ന് ഇമ്പോർട്ട്, നമ്മൾ ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തത്. ഓരോ മാസവും ബില്ലിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യും. സെറ്റിൽമെന്റ് പീരീഡ് അവസാനിക്കുമ്പോൾ KCB നമ്മൾ കൊടുത്ത മൊത്തം എക്സ്പോർട്ടും ഇമ്പോർട്ടും കമ്പയർ ചെയ്യും. ഇമ്പോർട്ട് കൂടുതലാണെങ്കിൽ ഡിഫറൻസ് വരുന്ന പേയ്മെന്റ് മാത്രമേ നമ്മൾ പേ ചെയ്യേണ്ടി വരുള്ളൂ. ഇനി എക്സ്പോർട്ട് കൂടുതലാണെങ്കിൽ ആ മുഴുവൻ യൂണിറ്റും ഫിക്സഡ് റേറ്റിൽ സെറ്റിൽമെന്റ് ചെയ്യും. അതായത് ഇപ്പോഴത്തെ ഒരു താരിഫ് അനുസരിച്ചിട്ട് 3 രൂപ 60 പൈസ പെർ യൂണിറ്റ് നമുക്ക് ലഭിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോ വേണ്ട സോളാർ പാനൽ 20 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തും. അതിൽ 15 യൂണിറ്റ് നമ്മൾ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞ് ബാക്കി 5 യൂണിറ്റ് ഓരോ ദിവസം നമുക്ക് KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു വർഷം കഴിയുമ്പോഴേക്കും 1825 യൂണിറ്റ് KCBക്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു റിട്ടേൺ പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 6570 രൂപ വരും. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രൊഡക്ഷൻ കുറവുള്ള മാസങ്ങളിൽ, അതായത് മഴക്കാലങ്ങളിലൊക്കെ സോളാറിലെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ ഉള്ള എക്സ്പോർട്ട് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ബില്ല് സീറോ ആവുന്നത്. അതാണ് ബില്ല് സീറോ ആവുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ. അപ്പോൾ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യൽ അല്ല ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ യഥാർത്ഥ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യഥാർത്ഥത്തിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം ഒരു പവർ സെല്ലിംഗ് ബിസിനസ്സേ അല്ല. നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കറണ്ട് ബില്ലിനെ മിനിമം ചാർജ് മാത്രം പേ ചെയ്യുന്ന രീതിയിലാക്കി കുറയ്ക്കലാണ്. സോളാറിൽ റിയൽ പ്രോഫിറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിലല്ല, നമ്മളുടെ ഉപയോഗം നമ്മൾ സ്വന്തമായി ഓഫ്സെറ്റ് ചെയ്തെടുക്കുന്നതിലാണ്.